ഏവർക്കും പ്ലാനറ്റ് എർത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര വാഴച്ചാൽ ഫോറസ്റ്റ് റേഞ്ചിലുള്ള ഒരു ഫോറസ്റ്റ് ട്രെക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. കേരള ഫോറസ്റ്റ് തന്നെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു ട്രെക്കിംഗ് ആണ്. അതിൽ പ്ലാനറ്റ് എർത്ത് ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഈ ഒരു ട്രെക്കിങ്ങിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു 14 പേരടങ്ങുന്ന ബാച്ചാണ് ഈ ഒരു ട്രെക്കിങ്ങിന് പങ്കെടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ 5 മണിക്ക് തന്നെ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടു. ഒരു 7 മണിയോട് കൂടി തന്നെ അവിടെ എത്തത്തക്ക രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴി നമ്മൾ ചാലക്കുടി എത്തുന്നതിന് മുമ്പായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നല്ല വെള്ളമൊക്കെ കുടിച്ച് എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, ഈ ഒരു റൂട്ട് വളരെ അമേസിങ് റൂട്ടാണ്. കാര്യം അതും രാവിലത്തെ സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ താഴ്ത്തി കിളികളുടെയൊക്കെ ഒച്ചകളൊക്കെ കേട്ട് ഇങ്ങനെ. അതുമാത്രമല്ല, ഇതിനടിയിൽ അടുത്തൂടെ തന്നെയാണ് നമ്മുടെ ചാലക്കുടി നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒഴുകുന്നതിൻ്റെയും വാട്ടർഫോളിൻ്റെയൊക്കെ ചെറിയ ഒച്ചയും ഈ കിളികളുടെയൊക്കെ ചെറിയ സൗണ്ടൊക്കെ ആയിട്ട് വളരെ വൈബായിട്ടുള്ളൊരു യാത്രയാണ് ഈ വഴി പോകുമ്പോൾ കിട്ടുന്നത്. രാവിലെ കുറച്ച് ആനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റിയെന്നിരിക്കും. കാര്യം ഈ മലക്കപ്പാറ റൂട്ടിൽ ആനകളൊക്കെ കുറേ ഉണ്ട്, അതുപോലെ തന്നെ ബേഡ്സ് ഒരുപാടുണ്ട്. നമ്മൾ 1-2 മയിലിനെയൊക്കെ ഇതുപോലെ ഒന്ന് സ്പോട്ട് ചെയ്യുന്നതെന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഭാഗ്യം പോലെ പല ആനിമൽസിനെയും സ്പോട്ട് ചെയ്യാൻ പറ്റും. ഈ സൂര്യൻ്റെ രാവിലത്തെ ആ ഒരു പൊൻകിരണങ്ങളൊക്കെ ഈ ഇലയിലൊക്കെ തട്ടി ആ പച്ചപ്പിലൊക്കെ ഇങ്ങനെ നല്ല രസമാണ് ഈ വഴി പോകാനായിട്ട്. അങ്ങനെ നമ്മൾ വാഴച്ചാൽ ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പുകലപ്പാറയാണ് അത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്. നമ്മുടെ ID പ്രൂഫൊക്കെ കൊണ്ടുവരണം, അല്ലേ പറ്റുന്നവരെല്ലാവരും കൊണ്ടുവരണം. ഇവിടെ കുറച്ച് ഫോമൊക്കെ ഫില്ല് ചെയ്യുക. നമുക്ക് ട്രെക്കിങ്ങിന് ഒരു 1000 രൂപയാണ് ഒരാൾക്ക് ഇതിന് ചിലവ് വരുന്നത്. ഇൻക്ലൂഡിങ് ഫുഡാണ്. നമുക്ക് നല്ല ഫുഡൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 6-7 കിലോമീറ്റർ മാറിയിട്ടാണ് പെരിങ്ങൽകുത്ത് ഡാം. ഡാമിൻ്റെ മറുകരയിൽ നിന്നാണ് നമ്മുടെ ഫോറസ്റ്റ് വാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടേക്കുള്ള യാത്രകളാണ്. കുറച്ച് പേര് വാനിൽ പോയിട്ടുണ്ട്, അടുത്ത് കുറച്ച് പേര് ജീപ്പിലും ചെറിയൊരു ടാറ്റ സുമോയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡാമിലേക്ക് പോകുന്ന വഴിയിൽ മലബാർ ഗ്രേ ഹോൺബിൽ നമുക്കൊരു ദർശനം തന്നു. ഫസ്റ്റ് സ്പോട്ടിംഗ് ആയിട്ടത് മാറി. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ സൈഡിലേക്ക് നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട്. 2017-18 ആ ഒരു പ്രളയ സമയത്ത് ഈ ഡാം കവിഞ്ഞ് ഒഴുകിയിട്ടുണ്ടായിരുന്നു. ആ കാണുന്നൊരു മഞ്ഞ ബോർഡ് ഉണ്ടല്ലേ, ആ ഒരു ലെവൽ വരെയും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഇവിടെ. ആ സമയത്ത് ഷട്ടർ ബ്ലോക്കായിട്ട് കുറേ മരമൊക്കെ കയറിയിട്ട് ഷട്ടർ ബ്ലോക്കായത് കാരണമാണ് ആ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായത്. അങ്ങനെ നമ്മൾ നേരെ ഡാമിൻ്റെ മുകളിലൂടെ അതിൻ്റെ അക്കരെ ഭാഗത്തു നിന്നാണ് നമ്മൾ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മുടെ ഈ ചാലക്കുടി റിവറിൻ്റെ സൈഡിലൂടെ പിടിച്ച് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ 13 കിലോമീറ്റർ താഴെ നടക്കാണ്ട്. ഒരു 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ റെസ്റ്റ്, കോളേജുള്ള റെസ്റ്റ്. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഒരു ചെറിയൊരു സ്നാക്സ് ഉണ്ട്, അത് കഴിക്കുക. ഒരു 2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമ്പ് ഷെഡായി. ആദ്യവട്ടാരം ക്യാമ്പ് ഷെഡ് എന്ന് പറയാം. അപ്പോൾ അവിടെ ലഞ്ച്, ദെൻ റെസ്റ്റ്, റിട്ടേൺ. ഇതിനൊരു സർക്കിൾ മാരിനെ റൗണ്ട് ചെയ്ത് ഇവിടെത്തും. പിന്നെ ആന, കാട്ടുപോത്ത്, അങ്ങനത്തെ മൃഗങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വൈകും പോലെ കാണുകളൊക്കെ അന്ന് ആ ദൃശ്യം വന്നിട്ടൊന്നും കണ്ടില്ല. പക്ഷേ ഇപ്പം ഈ 2-3 ദിവസമായി നമുക്ക് കാട്ടുപോത്തിനെ സൈറ്റിങ് കിട്ടുന്നുണ്ട്. കിട്ടുന്നത് പ്രതീക്ഷിക്കാം. വാഴച്ചാൽ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അരുൺ സാറാണ് നമ്മുടെ ട്രക്ക് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നമ്മുടെ ട്രക്കിനെ പറ്റി ചെറിയൊരു ഇൻട്രോ തന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ടൈമിൽ ഞാൻ വന്നപ്പോഴും ആനിമൽ സ്പോട്ടിങ് വളരെ കുറവായിരുന്നു, എന്നാലും കുറച്ച് ആനിമൽസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടെ വന്നിട്ടുള്ളവരെല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കാര്യം ഇതിൽ ഒരു 90% ആൾക്കാരും ഫസ്റ്റ് ടൈമാണ് ഫോറസ്റ്റ് ട്രക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുമാത്രമല്ല, നമ്മുടെ ഒരു ഉദ്ദേശം നമ്മൾ മാത്രം കണ്ടാൽ പോരാ, ഇതിനോട് താല്പര്യമുള്ളവരും ഇഷ്ടമുള്ളവരൊക്കെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഈ പ്ലാനറ്റത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തവണ നമ്മളോടൊപ്പം കാട് കാണാൻ വന്നവർ തീർച്ചയായിട്ടും അടുത്ത തവണയും വരും എന്നുള്ളത് മാത്രമല്ല, കൂടെ ഒരാളെയും കൂടെ കൊണ്ടുവരുമെന്ന് നമുക്ക് വളരെ ഉറപ്പാണ്. കാര്യം കാടിൻ്റെ ഭംഗി അത്രത്തോളം വലുതാണെന്ന് ഒരു തവണ വന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. കുറച്ച് കഠിനമായിട്ടുള്ള ട്രെക്കിംഗ് ആണെങ്കിൽ പോലും നമ്മൾ വീണ്ടും കാട് നമ്മളെ വിളിച്ചുകൊണ്ടേയിരിക്കും. വീണ്ടും വീണ്ടും വരാനായിട്ടുള്ള ആഗ്രഹവും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുതരാനായിട്ട് ഈ കാടിന് ഒരു പ്രത്യേക കഴിവുണ്ട്. ഞങ്ങളൊരു 14 പേരടങ്ങുന്ന ബാച്ചാണ്.
ഇവിടെ ഒരു ദിവസം മാക്സിമം 24 പേർക്ക് മാത്രമാണ് എൻട്രി പെർമിറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 8 പേരടങ്ങുന്ന 3 ബാച്ചായിട്ടാണ് ഈ ട്രക്കിന് പോകുന്നത്. ഏകദേശം ഒരു 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഗ്യാപ്പ് ഇട്ടിട്ടുള്ള 3 ബാച്ചുകളായിട്ടാണ് പോകാറുള്ളത്. പോകുമ്പോൾ കൂടെ ഒരു ഫോറസ്റ്റ് ഓഫീസറും 2 ഗൈഡുമാരും ഉണ്ടാവാറുണ്ട്. ഞങ്ങളൊരു 14 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഇവർ 14 പേരടങ്ങുന്ന ഒരു ബാച്ചായിട്ട് തന്നെ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ അരുൺ സാറിനോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഗൈഡായിട്ട് ഒരു 4 പേരുണ്ടായിരുന്നു. അതിൽ രജീഷ്, സുമേഷ്, സുരേഷ്, അങ്ങനെ ഒരു 4 പേരാണ്. എല്ലാവരും പേര് ചോദിച്ചിരുന്നു, ഇപ്പം ഞാൻ മറന്നുപോയി. അപ്പം ഇവരൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും ഒക്കെ നമുക്ക് അതൊരു ഡീറ്റെയിലായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇതിനുള്ള മരങ്ങളെ പറ്റിയും ഏതെങ്കിലും ബേഡ്സിനെയൊക്കെ സ്പോട്ട് ചെയ്ത ബേഡ്സിനൊക്കെ കോൾ വന്നു കഴിഞ്ഞാൽ ഏത് ബേഡാണെന്നും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ദൂരം ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റിസർവോയറിൻ്റെ സൈഡിൽ തന്നെ ചെറിയൊരു പാറയുടെ മുകളിൽ എല്ലാവരും കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. കുറച്ച് സ്നാക്കും വെള്ളമൊക്കെ കുടിച്ച് എല്ലാവരും ഒന്ന് എനർജറ്റിക് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതിനകത്ത് തന്നെ നമ്മുടെ കൂടെ ഒരു 17 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള ആൾക്കാർ നമ്മുടെ ഈ ഒരു ടീമിൽ പങ്കെടുക്കുന്നുണ്ട്. അത് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുണ്ട്. വയനാട് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരാണ് നമ്മുടെ ഇതിനകത്ത് പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് തന്നെ നമ്മുടെ പ്ലാനറ്റ് എർത്തിൻ്റെ കൂടെ വരുന്ന ആൾക്കാരോടെല്ലാം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ കാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു വേസ്റ്റും, പ്ലാസ്റ്റിക് ആവട്ടെ, ഒരു കഷ്ണം പേപ്പർ ആവട്ടെ, നമ്മളൊരു ഡ്രൈ ഫ്രൂട്ട് കഴിക്കുന്നതിൻ്റെ ഒരു കുരു ആവട്ടെ, ഒരു ഓറഞ്ചിൻ്റെ തൊലി ആവട്ടെ, ഓർഗാനിക്കും അല്ലാത്തതുമായിട്ടുള്ള ഒരു സാധനങ്ങളും നമ്മൾ കാട്ടിലേക്ക് നിക്ഷേപിക്കാനേ പാടില്ല. ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ തിരിച്ച് എവിടെയാണോ ഏത് സ്റ്റേഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെയോ എവിടെയാണ് നമുക്കൊരു ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് ഉള്ളത് അവിടെ കൊണ്ടുവന്ന് മാത്രം ഡിസ്പോസ് ചെയ്യുക. ഇല്ല എങ്കിൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരികയാണ് പതിവ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതുമാത്രമല്ല, നമ്മൾ കാട്ടിൽ നിന്ന് ഒരു സാധനങ്ങളും വീട്ടിലേക്കും കൊണ്ടുപോകാറില്ല. നമ്മൾ ചെന്നതിൻ്റെതായിട്ടുള്ളൊരു തെളിവോ അവശേഷിപ്പിക്കാതെ വേണം നമുക്ക് അവിടെ നിന്ന് പോകാമെന്ന് ഞങ്ങൾക്ക് വളരെയധികം നിർബന്ധമുണ്ട്. പുല്ലാനിച്ചെടി വെള്ളം താഴെ മുകളിൽ വിട്ട് കഴിഞ്ഞാൽ തിരിച്ചു പിടിച്ചിട്ട് കൂടെയുള്ള ഓഫീസർ ശരിക്കും നല്ലൊരു മനുഷ്യനാണ്. കാര്യം ആൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നുണ്ട്. ഇതൊരു പുല്ലാണി ചെടിയാണ്. നമുക്ക് ഇതിനുള്ളിൽ വെള്ളത്തിൻ്റെ സ്റ്റോറേജ് ഉണ്ടെന്നും അത് നമ്മൾ എങ്ങനെ കട്ട് ചെയ്തെടുക്കണം എന്നും ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ ഒരിക്കലും നമ്മൾ വെള്ളവും കാര്യങ്ങളുമായിട്ട് പോകുമ്പം ഒരു തമാശയ്ക്കാണെങ്കിൽ പോലും അതൊന്നും വെട്ടി നശിപ്പിക്കാതിരിക്കുക. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ അതിനകത്തൊക്കെ വെള്ളം എടുക്കാൻ പാടുള്ളൂ. ആ ഒരു രീതിയിൽ മാത്രം നമ്മൾ കാടിനെ കാണുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ റിവറിൻ്റെ സൈഡിലൂടെ തന്നെ കുറേ ദൂരം നടന്നിട്ടുണ്ട്. നടക്കുമ്പം കുറേ ബേഡ്സ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ സ്പോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നല്ല എനർജറ്റിക്കായിട്ട് തന്നെയാണ് പോകുന്നത്. ശരിക്കും ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2024 മാർച്ച് 31 അത്യാവശ്യം നല്ല ചൂട് ഉള്ള ഒരു സമയം തന്നെയാണ്. എന്തുകൊണ്ടോ ഇതിനുള്ളിൽ ഒരു 80% നമുക്ക് നല്ല തണലത്തോടെ തന്നെയാണ് നമ്മൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വെയിലിൻ്റെ ആ ഒരു കാഠിന്യം നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്നാലും നമ്മൾ എപ്പോഴും ഒരു 15 മിനിറ്റെങ്കിലും കൂടിയിരിക്കുമ്പം കുറച്ച് വെള്ളം കുടിച്ച് തന്നെ പോകണം. കാര്യം ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു ക്ലൈമറ്റിൽ. ശരിക്കും ഈ ഒരു കാടിൻ്റെ നല്ലൊരു ഭംഗി ആസ്വദിക്കാനായിട്ട് ഒരു മഴ പെയ്തതിന് ശേഷം വരുവാണെങ്കിൽ, അതായത് മഴക്കാലത്ത് വരുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പക്ഷേ നമുക്ക് ആ ഒരു അട്ടയുടെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആകെയുള്ളൊരു പ്രശ്നം. 10 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് ഇവിടെ എൻട്രി പെർമിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെക്കേഷൻ സമയത്താണെങ്കിൽ കുട്ടികളുമായിട്ടൊക്കെ ഒരു 1 ഡേ ട്രിപ്പിനൊക്കെ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ്. മൊത്തത്തിലൊരു 13 കിലോമീറ്ററോളം ദൂരം നടക്കാനുണ്ടെന്ന് മാത്രമാണ്. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും അത്യാവശ്യം കുറച്ച് ദൂരമൊക്കെ നടക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായും നമുക്ക് വരാൻ പറ്റുന്നതാണ്, സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് പൂർണ്ണമായിട്ടും ഈസി എന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഒരു 13 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് കുറച്ച് ലെങ്ത് തന്നെയാണ്. ഏകദേശം ചെറിയ കയറ്റങ്ങളും കുറച്ച് സ്ലോപ്പുകളും ഒക്കെ മാത്രമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് കുട്ടികൾക്ക് വന്നാലും വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോറസ്റ്റ് തന്നെയാണ്. പിന്നെ വരുന്നവരെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ,
ആനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അവരെ പ്രൊവോക്ക് ചെയ്യാതിരിക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് വരുമ്പോൾ തന്നെ കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് ഒരുപാട് ഫ്ലൂറസെൻ്റ് കളറോ അല്ലെങ്കിൽ ബ്രൈറ്റായിട്ട് ഷെയ്ഡുള്ള കളറുകളൊന്നും ഉള്ള ഡ്രസ്സുകൾ ധരിക്കാതിരിക്കുക. അതുപോലെ തന്നെ പെർഫ്യൂംസ് യൂസ് ചെയ്യാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആനിമൽസിനെ കുറേയൊക്കെ നമുക്ക് ചിലപ്പം സ്പോട്ട് ചെയ്യാൻ സാധിക്കും. അത് കാട്ടിലേക്ക് വരുന്ന എല്ലാവർക്കും അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവും. എന്നാൽ പുതിയതായിട്ട് വരുന്നവർക്ക് അതൊരു പുതിയ അറിവ് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ പ്ലാനറ്റ് അതിൻ്റെ കൂടെ വരുന്ന നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ അതിന് മുമ്പ് തന്നെ ഈ വിവരങ്ങളെല്ലാം പറയാറുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കൂടെ വന്നവരെല്ലാവരും അതൊന്ന് ഫോളോ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. പിന്നെ കുറച്ച് പാമ്പുകളെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോർണിയൻ കീൽഡ് ഗ്രീൻ പിറ്റ് വൈപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഇനം പാമ്പാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ വന്നത് റിവർ സൈഡിൽ തന്നെയാണ്. അവിടെ നമ്മളൊരു ചെറിയൊരു ബ്രേക്ക് എടുത്തു. ഫോറസ്റ്റിൻ്റെ വക ഒരു അടയൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി അടയായിരുന്നു. എല്ലാവരും ക്ഷീണമൊക്കെ മാറാനായിട്ട് വളരെ നല്ലതായിരുന്നു. ഇവിടെ നമ്മളൊരു അരമണിക്കൂറോളം നമ്മുടെ ടീം ഇവിടെ റെസ്റ്റ് എടുത്തു. അതിനുശേഷം വീണ്ടും നമ്മൾ നടക്കാൻ തുടങ്ങുമായിരുന്നു. അവിടെ ഒരു ട്രീ ഹൗസ് നമുക്ക് വേണ്ടിയിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ട്രെക്കിങ്ങിന് പോകുന്നവർക്ക് കാണാനും ആസ്വദിക്കാനും വേണ്ടിയിട്ടാണ്. ഒരു 2 വീക്സ് മുമ്പ് ഞാനിവിടെ വന്ന സമയത്ത് ഇത് നമുക്ക് മുകളിൽ കയറാൻ പറ്റുമായിരുന്നു. പക്ഷേ 2 ദിവസം മുമ്പ് ഒരു ആന വന്നിട്ട് മുകളിലോട്ടുള്ള ആ ഒരു ലാഡർ അത് പൊളിച്ച് കളഞ്ഞിരുന്നു. അതുകൊണ്ട് നമുക്ക് മുകളിലേക്ക് കയറാൻ നോക്കാൻ പറ്റില്ല. അതെ അതെ അതാ എനർജി ഡ്രിങ്ക് ആണോ? ഇത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ക്യാമ്പ് സൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഇവിടെ ലഞ്ച് അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 12 മണി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇവിടെ എത്തിയിട്ടുണ്ട്. വരുമ്പോൾ തന്നെ അവരൊരു വെൽക്കം ഡ്രിങ്ക് നമുക്ക് തരുന്നുണ്ട്. നല്ലൊരു എനർജി ഡ്രിങ്കാണ്. അത് നാരങ്ങയും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ടുള്ളൊരു സ്പെഷ്യൽ ഡ്രിങ്കാണ്. നമുക്കിവിടെ ലഞ്ച് വരുന്നത് അത്യാവശ്യം ഡീസൻ്റ് ലഞ്ച് തന്നെയാണ്. വെജിറ്റേറിയൻ ആയിരിക്കും. സാമ്പാറും 2-3 കറികളും പപ്പടവും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫുഡാണ്. ടേസ്റ്റി ഫുഡാണ്. ഒരു ഹോംലി ഫുഡ് തന്നെയാണ്. ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. റെസ്റ്റ് എടുക്കുവാണ്. ഒരു 1/2 hour വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പോകാനായിട്ടുള്ളൊരു ഉദ്ദേശത്തിലാണ്. സെക്കൻഡ് ബാച്ച് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവർ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ലഞ്ച് കഴിച്ച് കഴിയുന്നൊരു സമയത്ത് ഞങ്ങൾ മുൻപേ പുറപ്പെടാനുള്ളൊരു ഉദ്ദേശത്തിലാണ്. തെക്കിഴക്കൻ ഏഷ്യയിൽ മാത്രം കാണപ്പെടുന്ന ഒരു വിഷമുള്ള പിറ്റ് വൈപ്പറാണ് ഇത്. കാണപ്പെടുന്ന വംശനാശത്തിൻ്റെ വക്കിലിരിക്കുന്ന മക്കാക്ക് വർഗത്തിൽപ്പെട്ട കുരങ്ങളാണ് സിംഹവാലൻ കുരങ്ങൾ. അതൊരു നിശാശലഭമാണ്. വളരെ റെയറായിട്ടുള്ളൊരു ബട്ടർഫ്ലൈ ആണ്. 2 സൈഡുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു സ്നേക്കിൻ്റെ ഷേപ്പിലാണ്. ഒത്തിരി വൈൽഡ് ആനിമൽസിന് സ്പോട്ട് ചെയ്യാൻ പറ്റി.